നമസ്കാരം സുഹൃത്തുക്കളെ, ജോയാണ്. ഞാൻ സംസാരിക്കാൻ പോകുന്ന ഈ വിഷയമേ പല പ്രാവശ്യം സംസാരിക്കണമെന്ന് ഓർത്തിട്ട് ഞാൻ പിന്നീട് അത് വേണ്ടാന്ന് വെച്ചു. കാരണം ഇത് ഒരു മനുഷ്യരുടെ പ്രൈവസിയെ ബന്ധപ്പെട്ട പല കാര്യങ്ങളൊക്കെയാണ്. അത് പലരും നമ്മളോട് ഷെയർ ചെയ്ത കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. ഇതിപ്പോൾ ഇപ്പോൾ പിന്നെ ഇത് സംസാരിക്കണമെന്ന് തീരുമാനിച്ചതിൻ്റെ കാരണം ഇതിപ്പോൾ ഞാൻ ഒരു യുവാവിൻ്റെ നിലവിളിയിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ ഈ സംസാരിക്കുന്നത്. മുമ്പ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്ന ഈ സബ്ജക്റ്റിനെ ബന്ധപ്പെട്ട് എന്നോട് സംസാരിച്ചത് മുഴുവൻ ഇവിടുത്തെ സീനിയേഴ്സായിട്ടുള്ള മനുഷ്യർ, എന്നെക്കാളും സീനിയറായിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ പ്രായത്തിലൊക്കെ ഉള്ള മനുഷ്യർ. അതായത് ഇത് തികച്ചും ആണുങ്ങളെ ബന്ധപ്പെട്ടൊരു കാര്യമാണ് പറയുന്നത് കേട്ടോ. അതായത് ചില കുടുംബ പ്രശ്നങ്ങളുള്ള മനുഷ്യർ, ഡിവോഴ്സായ മനുഷ്യർ, ഒറ്റയ്ക്ക് താമസിക്കുന്നവർ, ഭാര്യയായിട്ട് വല്ലാതെ വഴക്കുകളുണ്ടാകുന്ന ആളുകളൊക്കെ ചില കാര്യങ്ങളൊക്കെ സംസാരിക്കണം, ഷെയർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നമ്മളോട് സംസാരിച്ച്, ഇത് ആദ്യം ഒരാൾ സംസാരിച്ചപ്പോൾ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ സംശയിച്ചതൊക്കെ എന്താണെന്നൊരു ആശ്ചര്യപ്പെട്ടു. വീണ്ടും സംസാരിച്ച 2-3 പേരുടെ ഇടയിൽ നിന്ന് ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നി ഇതൊക്കെ ശരിയാണ്. പിന്നീട് ഞാൻ ഇതിനെപ്പറ്റിയുള്ള ചർച്ചകളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തെന്നുള്ളത് നിങ്ങൾ ചിന്തിക്കട്ടെ, പറഞ്ഞു വരാം. അപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് ഈ കാര്യങ്ങളൊക്കെ മുമ്പ് സംസാരിച്ചെന്ന് പറഞ്ഞത് ഇവിടെയുള്ള എന്നെക്കാളും സീനിയർ അല്ലെ എൻ്റെ പ്രായമൊക്കെ ഉള്ള മനുഷ്യരെ സംസാരിച്ചെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ പറയുന്ന ഈ വിഷയം ബന്ധപ്പെട്ട് നിൽക്കുന്നത് ഇവിടുത്തെ യുവാക്കളാണ്, ചെറുപ്പക്കാരായ ആളുകളാണ്. അത് പാടില്ല എന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം നാട്ടിലേക്കുള്ള റേറ്റ് ഇപ്പം, അതായത് ഈ പൗണ്ടിൻ്റെ റേറ്റ് ഇപ്പോൾ എത്രയായി? 127, 128. ഇതിപ്പോൾ റേറ്റ് ഇങ്ങനെ കൂടിക്കൊണ്ട് നിൽക്കുകയാണല്ലോ അല്ലേ. ഇപ്പോൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റേറ്റ് കയറലും കാര്യങ്ങളൊക്കെ വന്നിട്ട് ആളുകൾ അങ്ങോട്ട് വർക്കഹോളിക്കായിട്ട് കുടുംബജീവിതം നോക്കാതെയുള്ള കളികൾ കളിക്കുന്നുണ്ട്. നമ്മൾ എന്തിനാണ് ഈ പൈസയൊക്കെ ഉണ്ടാക്കുന്നത്? നമ്മൾ കുടുംബം വേണ്ടേ? കുടുംബമില്ലാതെ നമ്മളിതെല്ലാം കാണിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൈസ ഭയങ്കരമായിട്ട് കയറുന്നു. അപ്പോൾ നാട്ടിലേക്ക് പൈസ അയക്കും, നാട്ടിലെ വീട്ടുകാരും മാതാപിതാക്കളുടെ ഇടപെടലോ ആരുടെയൊക്കെ ഇടപെടലുണ്ട്. ചില മനുഷ്യർ അങ്ങ് വർക്കഹോളിക്കാകുക. പ്രത്യേകിച്ച് ഞാൻ ഇവിടെയുള്ള നേഴ്സുമാരെയൊക്കെയാണ് ഈ പറയുന്നത്. ചെറുപ്പക്കാരായ അല്ലെങ്കിൽ കുടുംബത്തിൽ മക്കളും ഒക്കെ ഉണ്ടോ നോക്കാതെ അങ്ങോട്ട് ഡ്യൂട്ടി ചെയ്യുവാണ്. പറ്റാവുന്നത് NHS ജോലി ചെയ്യുന്നു. അതുപോലെ എന്നിട്ട് ഏജൻസിയിൽ പോയിട്ട് 20 പൗണ്ട് 25 പൗണ്ട് ഒരു ക്യാഷ് ഹാൻഡ് സംസാരിച്ച് അത് ചെയ്യുന്നു. അപ്പോൾ ഇതിനകത്തൊക്കെ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ എന്താണെന്നറിയോ? ഞാൻ പലപ്പോഴും ഇവിടെയുള്ള ഡിപ്പെൻഡായിട്ട് നിൽക്കുന്ന ഭർത്താക്കന്മാരോടും ഇപ്പോൾ ചെറുപ്പക്കാരായിട്ട് വന്ന മനുഷ്യരോടൊക്കെ ഞാൻ പറയാറുണ്ട്, നിങ്ങൾ ജോലിക്ക് പൊക്കോണം. ഈവൻ 13 പൗണ്ട് 13.5 പൗണ്ട് എന്നുള്ളതല്ല, 10 പൗണ്ട് അല്ല 5 പൗണ്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ ഒരു ജോലിക്ക് പൊക്കോണം. നിങ്ങളുടെ ഒരു ഏണിങ്സ് നിങ്ങൾ ഉണ്ടാക്കണം. നമ്മളൊരു അധ്വാനിച്ച് നമ്മളൊരു 10 രൂപ നമ്മൾ ഉണ്ടാക്കുന്നത് നമുക്കൊരു അഭിമാനമില്ല. നമ്മുടെ ഒരു ആവശ്യത്തിന് നമ്മുടെ പൈസ എടുക്കത്തില്ലേ? ഇതിപ്പോൾ നമ്മൾ പറച്ചിൽ പറയൂ നിൻ്റെ പൈസ എൻ്റെ പൈസ എന്നൊക്കെ ദമ്പതിമാരങ്ങനെ പറയുന്നത് വെച്ചാൽ അങ്ങനെ ജീവിക്കുന്നവർക്ക് കുഴപ്പമില്ലെന്നേ. അതല്ലാത്തടത്തൊക്കെ പ്രശ്നമായത്. ഇതിനകത്തൊക്കെ ചില ചതികൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അത് ഈ വഴക്കുകളൊക്കെ വരുമ്പോഴാണ്, കുടുംബ പ്രശ്നമൊക്കെ വരുമ്പോഴാണ് അതിൻ്റെയൊക്കെ ഒരു ഒച്ചയും അതിൻ്റെയൊക്കെ ശക്തി എത്ര വലുതാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ഈ ചെറുക്കന്മാരൊക്കെ അല്ലെങ്കിൽ ഈ ഡിപ്പെൻഡായിട്ട് വന്ന് നിൽക്കുന്ന ആൾക്കാരോട് പറയും, നേഴ്സുമാരായിട്ടുള്ള ചിലരൊക്കെ പറയുന്നത്, ചിലർ കേട്ടോ എപ്പോഴും എല്ലാവരും അധിക്ഷേപിച്ചെന്നൊക്കെ പറഞ്ഞ് വരല്ലേ. എപ്പോഴും ഞാൻ എല്ലാവരെയും അടച്ചൊരിക്കലും പറയാറില്ല. ചില മനുഷ്യരുടെ ഇടപെടലുകളായി പറയുന്നത്. ചില നേഴ്സുമാരൊക്കെ ഭർത്താക്കന്മാരോട് പറയും, നിങ്ങൾ ജോലിക്ക് പോകണ്ട, നിങ്ങൾ ഇവിടെ ഇരിക്കും, നിങ്ങൾ കുഞ്ഞിനെ നോക്കി വീട്ടിലെ കാര്യങ്ങൾ നോക്കിയാൽ മതി, നിങ്ങൾ പോയാൽ ഇപ്പോൾ എത്ര കിട്ടും? 10 കിട്ടും, 13 കിട്ടുമായിരിക്കും. ഇത് ഞാൻ ഏജൻസിക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് 25 പൗണ്ട് വെച്ച് കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഉള്ള ടൈമോടെ കൂടി അവരെടുത്ത് അങ്ങോട്ട് ചെയ്യുകയാണ്. എന്നിട്ട് ഇത് കുഴപ്പമൊന്നുമില്ല. ഇത് എന്തെങ്കിലും ഒരിക്കലും ഒരു വഴക്കൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടല്ലോ വലിയ പ്രശ്നമാണ്. അത് നിങ്ങൾ എന്നാ ചെയ്തു, നിങ്ങൾ ഉണ്ടാക്കിയൊന്ന് കാണിച്ചെന്നാണ് ചോദിക്കുന്നത്. അത് ഞാൻ കുഞ്ഞിനെ നോക്കി എന്നൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഇപ്പം ചില യുവാക്കളോടൊക്കെയാണ് പറയുന്നത് കേട്ടോ. ചിലരും പല വിഷയങ്ങളിൽ പെട്ട് ഇതുപോലെ ഇതിനകത്തൊക്കെ ഒരു ചതി ഒളിഞ്ഞിരിപ്പുണ്ട്. നാളെ ഒരു പ്രശ്നം വന്നാൽ ഈ കൊച്ചുങ്ങളെയൊക്കെ ഇതുപോലെ പൊന്നുപോലെ എടുത്ത് കയ്യിലോട്ട് പ്രസവിച്ചിട്ട് വന്ന കൊച്ചിനെ എടുത്ത് ഞാൻ പൊന്നുപോലെ നോക്കി, അങ്ങനെ നോക്കി, ഇങ്ങനെ നോക്കി, അതിനെ ടോയ്ലറ്റ് ചോദിച്ചു, അത് ചോദിച്ചു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നാളെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ കൊച്ചുങ്ങളെ കൊണ്ട് പോകും ഇവളുമാർ. ഈ കുഴപ്പക്കാരികളെയായി ഇവളുമാരെന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുന്നത് കേട്ടോ. അന്ന് വളർത്തിയ കണക്കൊന്നും ആരുടെയിലും ഒന്നും ഉണ്ടാവത്തില്ല. നിങ്ങൾ എന്തുണ്ടാക്കി? ഞാനായിരുന്നു വാടക കൊടുത്തത്, ഞാനത് തിന്നാത്തത്, ഞാനത് അതാന്നൊക്കെ പറയും. നിങ്ങൾ ജോലി ചെയ്യാതിരുന്ന കാര്യമാണ് കുറ്റം പറയുന്നത്. അത് നിങ്ങൾക്ക് ആരോട് ഇത് പറഞ്ഞ് നിൽക്കാൻ പറ്റത്തില്ല. അയ്യോ അവൾക്ക് പൈസ കൂടുതലായിരുന്നു അതുകൊണ്ട് ഞാൻ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നാളെ നിങ്ങളുടെ അപ്പനും അമ്മയ്ക്ക് ഒരു 5 പൈസ അയച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിലോ? അതുപോലെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ നിങ്ങളിങ്ങനെ എനിക്കറിയത്തില്ല ഇതൊക്കെ എങ്ങനെയാണ് പറഞ്ഞു തരുന്നത്? മനുഷ്യർ ഇതൊക്കെ അവനവന് തോന്നണില്ല. നമുക്കൊരു ആത്മാഭിമാനം ഇല്ലേ? നമുക്ക് തോന്നണ്ടേ നമുക്കൊരു ജോലി ചെയ്യണം? ഇങ്ങനെ അടിമയെ പോലെ. ഇപ്പം ഞാൻ ഓർക്കട്ടെ, നമ്മുടെ അന്തരിച്ച നമ്മുടെ പ്രിയപ്പെട്ട നടൻ ശ്രീനിവാസൻ ഒരു സിനിമയിൽ എഴുതി വെച്ചൊരു അദ്ദേഹത്തിൻ്റെ കഥാപാത്രം എൻ്റെ അച്ഛനോട് പറയുന്നൊരു കാര്യമുണ്ട്. അച്ഛാ, ഈ ലോകത്ത് ഭക്ഷണത്തിന് വേണ്ടിയോ വസ്ത്രത്തിന് വേണ്ടിയോ വല്ല യുദ്ധവും സമരവും നടന്നിട്ടുണ്ടോ? നടന്നതൊക്കെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ടില്ലേ?
സത്യമാണത്. സ്വാതന്ത്ര്യമല്ലേ ഏറ്റവും പ്രധാനം. മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം ഹനിക്കുന്ന ഒരു കാര്യങ്ങൾക്ക് നിൽക്കരുത്. ചെറുപ്പക്കാരായാലും ആരായാലും എല്ലാവരോടും ഞാൻ പറയുക, ഞാനിങ്ങനെ ഈ ചെറുപ്പക്കാരൊക്കെ എന്നോടൊക്കെ വിളിച്ച് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര എനിക്ക് എനിക്ക് പിന്നെ എനിക്ക് തോന്നുന്നു അതുങ്ങൾ കരഞ്ഞ് വിഷമിച്ച് പറയുമ്പോൾ അവരെ ഞാൻ കുറേയൊക്കെ ദേഷ്യപ്പെടും. എങ്കിൽ പോലും എനിക്ക് തോന്നുന്നേ, എടാ നമ്മുടെ സ്വാതന്ത്ര്യം കളയരുത്. പോയെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വാതന്ത്ര്യം കളയില്ല. ഞാൻ പറഞ്ഞാൽ അത് കൂടുതലായിട്ട് ഞാൻ എന്നെ സംബന്ധിച്ച് എനിക്കാ പറയാം, എനിക്ക് പലയിടത്തും ഒരിടത്തും ജോലി ചെയ്യാൻ പോലും പറ്റാത്ത മനുഷ്യനാണ്. എനിക്ക് എൻ്റെ മാനേജേഴ്സല്ല എൻ്റെ മേലിൽ നിയന്ത്രണം വെക്കുന്ന ഒരിടത്തും ഞാൻ ബഹളം ഉണ്ടാക്കി ഇറങ്ങിപ്പോകണം. ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കി മാനേജർമാരൊക്കെ ആയിട്ട് വഴക്കുണ്ടാക്കി പോന്നിരിക്കുന്ന ഒരാളാണ് ഞാൻ. അത് വലിയ അഭിമാനമായിട്ട് ഞാൻ പറഞ്ഞതല്ല. കാരണം എനിക്ക് പറ്റത്തില്ല എന്നെ ഒരാൾ നിയന്ത്രിക്കുക എന്ന് പറയുന്നത്. ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല അത്. നമ്മൾ വിലയ്ക്ക് നിൽക്കും, അതിനപ്പുറത്തേക്ക് ഓർഡർ ഇടുന്ന ഒന്നും. അപ്പോൾ അത് വീട്ടിലായാലും എവിടെയായാലും എന്നെ സംബന്ധിച്ചത് പറ്റത്തില്ല. അപ്പം ഞാനിപ്പോൾ ഈ പറഞ്ഞു വന്നതെന്നറിയോ, ഈ ചെറുപ്പക്കാരൊക്കെ ചുമ്മാ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് കൂടിയിട്ട് ഇതൊന്നും അല്ല ജീവിതം. നിങ്ങളുടെ സ്വാതന്ത്ര്യം കളഞ്ഞിട്ട് എന്ന് നിങ്ങൾ ഇതിനൊരു സമാധാനത്തിൽ ജീവിക്കും. എന്നിട്ട് ഇന്ന് ആരോടത് രഹസ്യമായിട്ട് ഇങ്ങനെ നിങ്ങൾ സഹിച്ചും കഷ്ടപ്പെട്ടും സ്വാതന്ത്ര്യം കളഞ്ഞും ജീവിച്ചിട്ട് നിങ്ങളുടെ ജീവിതമല്ലേ ഓരോ ദിവസവും ജീവിതമല്ലേ, ഓരോ മിനിറ്റ് നിങ്ങളുടെ ജീവിതമല്ലേ, ഇതുവല്ല തിരിച്ചു കിട്ടുന്ന വല്ലതാണ്. എന്നത്തേക്ക് നിങ്ങളെല്ലാം ഒക്കെ ആയിട്ട് സ്വാതന്ത്ര്യമായിട്ട് ജീവിക്കാമെന്ന് ഓർക്കുന്നേ. നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ നിൽക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നാളെ പ്രബന്ധത്തെ പിടിച്ച് കുരിച്ചിരുത്തി ഇടിക്കാനോ അവളുമായിട്ട് ബഹളം ഉണ്ടാക്കാനോ കുടുംബകലഹം ഉണ്ടാക്കാനോ അല്ല ഞാൻ പറഞ്ഞത്. സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട് ആവശ്യമില്ലാതെ അടിമയെപ്പോലെ ജീവിക്കല്ലടാവേ. ഇതെന്തിനാണ് അങ്ങനെ ജീവിക്കുന്നത്? അതൊന്നും നല്ലതിലോട്ടല്ല എത്താൻ പോകുന്നത്. പിന്നെ കുറേ പേര് അങ്ങോട്ട് കൊണ്ടുപോകുന്നു, വിസ എടുക്കുന്നവരോട് ചോദിക്കലോ പറച്ചിലോ ഒന്ന് ഓസ്ട്രേലിയക്ക് പോകുന്ന ഒരു പയ്യൻ എന്നെ വിളിച്ച് സങ്കടപ്പെട്ട് പറഞ്ഞു, ചേട്ടാ എനിക്ക് പോകാൻ ഇഷ്ടമില്ല, ഞാൻ പോവുകയാണ്. പക്ഷേ ഇവള് പറയുന്നത് കേട്ടോ, ഇവള് കിടന്ന് വഴക്കുണ്ടാക്കുന്നത്, ഇടേ എന്തിനാടാ ഇങ്ങനെ കഴുത്തേൽ ഇങ്ങനെ തൊടലിട്ട് അങ്ങ് കൊടുത്തിരിക്കുന്നത്? അവർ വലിച്ചോണ്ട് പോവുകയാണ്. അവൾ തീരുമാനിച്ചു, അവൾ പറയുന്നു, അവൾ പോകുന്നു, അവൾ പൈസ ഉണ്ടാക്കുന്നത്, അവൾ പൈസക്കാരി, അവളുടെ അടുത്ത് എന്തിനാ അങ്ങനെ ഡിപ്പെൻഡ് ആയിട്ട് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തോട് ഇതൊക്കെ ബ്രേക്ക് ചെയ്ത് പുറത്തോട്ട് പോകണേ. നമ്മുടെ ജീവിതമല്ലേ ഇതെങ്ങനെ കളയാൻ പറ്റുമോ? ഞാനിപ്പോൾ ഈ പറഞ്ഞു വന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയാം. ഞാൻ ആദ്യം ഇങ്ങനെ തുടക്കത്തിൽ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ആ വിഷയം പറയട്ടെ. നിങ്ങൾക്കറിയോ സെക്സ് ഡിക്ലൈൻ? നിങ്ങൾക്ക് വല്ലതും മനസ്സിലാകുന്നുണ്ടോ? അതായത് ഒരു ജന്തുസഹജമായ വാസന ഇല്ലേ, നമ്മളൊക്കെ മനുഷ്യരാണ്, എല്ലാ വിചാരങ്ങളിലൂടെ ജീവിക്കുന്ന മനുഷ്യരാണ്. കല്യാണം കഴിച്ച് ജീവിക്കുന്ന മനുഷ്യർക്ക് സെക്സ് നിഷേധിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകുന്നുണ്ട്. 24 hours ഞാൻ രാവിലെ മുതൽ വൈകിട്ട് വരെ ജോലി ചെയ്തിട്ട് വരുന്നത്, എന്നെക്കൊണ്ട് ഇത് പറ്റത്തില്ല, എനിക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുവാണ്, പെണ്ണുങ്ങൾ നിഷേധിക്കുകയാണ്. ഈ കല്യാണം കഴിച്ച് ചോരയും നീരുമുള്ള ഈ മനുഷ്യർ പിന്നെ ഇങ്ങനെയുള്ളൊരു വിഷയത്തിന് എവിടെ പോകും? ഞാനിത് ഒരാളുടെ നിന്ന് നല്ലത് കേട്ടത്. ഇതിപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞിട്ട് എനിക്ക് സങ്കടം വന്നു. അതിൽ രസം എന്താണെന്നറിയോ, ഇവരൊക്കെ സെക്സ് നിഷേധിക്കുമ്പം ഒക്കെ ഓരോരുത്തർ അവരുടെ ചോയ്സ് നോക്കുന്നേ. ചെറുപ്പക്കാരിലെ ആൾക്കാർ അവരുടെ ചോയ്സ് നോക്കും. അങ്ങനെ നല്ലതെന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്നതല്ല, വേറെന്താ വഴി, നിവൃത്തിയിലെ നീതിമാനം ചെയ്യുമെന്ന് ചോദിച്ച പോലെ ആൾക്കാർ അവരുടെ ചോയ്സ് നോക്കും. അപ്പം പിന്നെ അവൻ്റെ മൊബൈലിൽ വന്നത് അപ്പല് അവൻ്റെ വാട്സപ്പ് എവിടെ ചാറ്റ് ചെയ്തിരിക്കുന്നത്, അവന് മറ്റവരുമായിട്ട് ബന്ധമായി ഇതുകൊണ്ട് അലമ്പുണ്ടാക്കി കേസിൽപ്പെടുത്തിയ ആൾക്കാർ വരെ ഇവിടെ ഉണ്ടെന്നേ. എടാ അവനിത് നിഷേധിച്ചിരിക്കുക, വീട്ടിൽ നിഷേധിച്ചിരിക്കുക. ഭാര്യയ്ക്ക് 24 hours ജോലിക്ക് പോകണം. പിന്നെ വേറൊരു മനുഷ്യൻ പറയുന്നത് കേട്ടോ, അയാളുടെ ഭാര്യ ഇയാളുമായിട്ടൊരു താല്പര്യമില്ല, അവൾക്ക് 3 മാസം കൂടുമ്പോൾ തിരുമാൻ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് നാട്ടിൽ പോവുക ജോയെന്ന് പറഞ്ഞു. 2 ആഴ്ച കഴിയുമ്പോഴേ അവൾ വരുള്ളൂ, മക്കളെയും കുഞ്ഞുങ്ങളെയും ഒക്കെ ഇവിടെ ഇട്ടിട്ട്. അത് വേറെ ബന്ധം അവിടെ ഉണ്ട്, ആ ബന്ധത്തിന് പോകുന്ന അവളുടെ സുഖത്തിന് പോകുന്നതാണ്, എന്നെ ഇതിനകത്ത് അടുപ്പിക്കുന്നില്ല എന്നൊക്കെ ഈ മനുഷ്യൻ പറഞ്ഞ് കരഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത് മനുഷ്യൻ. ഞാനങ്ങനെ വേറെ ആൻറ്റിമാരെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ. ചില ആൻറ്റിമാരൊക്കെ അവർക്ക് ആരും ഒന്നും അറിയുന്നില്ലെന്നാ. ഇങ്ങനെയുള്ള ചർച്ചകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ചിലരൊക്കെ ഇങ്ങനെയുണ്ട്, ഭർത്താവിനും മക്കളെയൊക്കെ ഇട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ തിരുമാൻ പോകുന്ന ആൾക്കാരെ പറ്റി കേട്ടിട്ടുണ്ട്. ആയിക്കോട്ടെ, തിരുമാൻ പൊക്കോ. ഈ മനുഷ്യൻ എന്ത് ചെയ്തു? ഇയാളോട് നിങ്ങൾ കാണിക്കുന്ന ഈ ഒരു നിഷേധം എന്തോരം വലിയ ചെങ്ങലയിൽ കൂച്ചിയിട്ടിട്ട് ആ മനുഷ്യന് ഞാൻ പറഞ്ഞില്ല. എന്നിട്ട് അവരിവിടെ ചാറ്റ് ചെയ്യുന്ന അവരതെങ്കിലും അങ്ങനെയുള്ള വിഷയങ്ങളിൽ കൂടെ വന്നാന്നേ ഈ പറയുന്ന പോലെ ചില പ്രശ്നങ്ങൾ കണ്ടില്ലേ. ഇപ്പോൾ ഇവിടെ ചെറുപ്പക്കാരോട് ചാറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് പിടിക്കപ്പെടുന്ന മനുഷ്യരെ കണ്ടിട്ടില്ലേ? ചിലർ ഈ നഴ്സിംഗ് ഹോമിലൊക്കെ ചെന്ന് സെക്സ് ഫേവറൊക്കെ ചോദിക്കുന്നുണ്ടെന്നേ പലരോടും. നമ്മുടെ മലയാളികൾ തന്നെ എന്തേലും കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നിന്നിട്ടാണ് ഈ വിഷയങ്ങൾ. കുടുംബത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാഞ്ഞിട്ടാന്നേ. അപ്പോൾ അതിന് ഞാൻ ഇവരെ ന്യായീകരിക്കുന്നതില്ല. ഞാൻ പറഞ്ഞ ഇടവേ ഇങ്ങനെയൊക്കെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ബ്രേക്ക് ചെയ്ത് ആ റിലേഷനൊക്കെ വിട്ടിട്ട് പോകണമെന്നേ. നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ നമ്മുടെ ജീവിതം നമ്മളെന്തിനാണ് കളയുന്നത്? സെക്സ് ലൈഫ് വരെ നിഷേധിച്ച് വീട്ടിലൊരു പട്ടിയെ പോലെ കൊച്ചുങ്ങളെ നോക്കി കൊച്ചുങ്ങളൊക്കെ കുറച്ച് കഴിയുമ്പോൾ വലുതായി അവരവരുടെ വഴിക്ക് പോകും. അല്ലെങ്കിൽ പൈസ കൊടുത്ത് എപ്പോഴും സാധനങ്ങൾ വാങ്ങുന്ന, അല്ലെങ്കിൽ എപ്പോഴും സമ്മാനങ്ങൾ കൊടുക്കുന്ന, വല്ലപ്പോഴും വരുന്ന വന്ന് എല്ലായ്പ്പോഴും കെട്ടിപ്പിടിച്ച് മക്കളെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചിറങ്ങുന്ന ഭാര്യയോടായിരിക്കും കൊച്ചുങ്ങൾക്ക് സ്നേഹം തോന്നുന്നത്. നാളെ അതുങ്ങൾ അവരുടെ കൂടെ ഇറങ്ങിപ്പോകും. എന്താ എപ്പോഴും വഴക്ക് പറഞ്ഞേ ഉള്ളൂ, വീട്ടിലെപ്പോഴും വഴക്ക് പറഞ്ഞ് നോക്കി സ്ട്രിക്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അപ്പനോടായിരിക്കുമല്ലോ അവർക്ക് സ്നേഹം കൂടാൻ പോകുന്നത്. അങ്ങനെയുള്ള കുറേ വിഷയങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പൊന്നുപോലെ വളർത്തിയ മക്കളെ കൊണ്ടൊക്കെ പെമ്പർനാത്തിമാർ പോയ ഇഷ്ടം പോലെ കഥകളുണ്ട്. പേര് വല്ലതും പറയണവാ? എത്ര അവളുമാർ, എത്ര പേര്?
എന്നിട്ട് ഇവരിങ്ങനെ ഈ ചെറുപ്പക്കാരാണെങ്കിലും ആണുങ്ങളൊക്കെ കിടന്നിട്ട് പറയുകയാണ്, അയ്യോ അയ്യോ അവൾക്ക് അവിടെ ബന്ധം, അവൾ എന്നോടൊരു സ്നേഹവും ഇല്ല, എൻ്റെ കൂടെ ഇല്ല, അതില്ല ഇതില്ല. എല്ലാം ഇങ്ങനെയുണ്ട് മനുഷ്യരിങ്ങനെ. എന്തിനെങ്ങനെ മനുഷ്യർ ജീവിക്കുന്നത്? എന്നാ ജീവിതമായത്? നമ്മുടെ സ്വാതന്ത്ര്യങ്ങൾ കളഞ്ഞ്. എൻ്റെ കർത്തവ്യം, ഇതിനൊക്കെ എന്നാ പറയുന്നത്? ഞാനിതിപ്പോൾ ഇങ്ങനെ ഇതിലൂടെ സംസാരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകളാരും അവരവരുടെ വിഷയത്തിൽ നിന്ന് മാറാൻ പോകുന്നില്ല. അവർ വർക്കഹോളിക്കായിട്ടുള്ളവർ അവരുടെ ഡിവോഴ്സ് വർക്കും ചെയ്ത് അല്ലെങ്കിൽ അവർ മാക്സിമം പൈസ കൂട്ടിയെടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. ഒരു മനുഷ്യൻ, മദ്യപാനിയായ ഒരു മനുഷ്യൻ എനിക്കറിയാം, അയാളൊരു മദ്യപാനി എന്നുള്ളത് നല്ല മനുഷ്യൻ. അയാളുടെ ഭാര്യ 24 നൈറ്റ് ഇവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. അയാൾക്ക് ഒരു സമാധാനമില്ല. അയാൾക്ക് ഞാൻ പറയാം, ഒരു സ്നേഹത്തോടു കൂടി കെട്ടിപ്പിടിച്ചൊന്ന് ഉറങ്ങാനോ അല്ലെങ്കിൽ അയാൾക്കൊന്ന് സ്നേഹിക്കാനോ അയാളുടെ ഭാര്യ കൂടെ ഇല്ല. അയാൾ മദ്യത്തിന് അടിമയായി പോയി. അയാളെ കൂടെ താമസിക്കുക, അവിടെ കൂടെ ജോലി ചെയ്യുന്ന കൊച്ചുങ്ങളോട് അനാവശ്യമായിട്ട് പെരുമാറി എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ടെന്നറിയോ? ഇതൊക്കെ റിയലായിട്ടുള്ള കാര്യമാണ് ഞാനീ പറയുന്നത്. ഇതിനൊക്കെ എന്തുവാ മറുപടി പറയുന്നത്? ഞാൻ പറയുന്നത് എന്നറിയോ? എവിടെ ചെന്ന ഏത് ലോകത്ത് ജീവിച്ചാലും നമുക്ക് ജീവിക്കത്തില്ല. നമ്മുടെ സ്വാതന്ത്ര്യമല്ലേ വലുത്. നമ്മളെന്തിനാ ഇതൊക്കെ നഷ്ടപ്പെടുത്തി ജീവിക്കുന്നത്? ഭാര്യ നമ്മളെ അങ്ങോട്ട് നിയന്ത്രിച്ച് ഇങ്ങനെയാണോ ഭാര്യയുടെ കൂടെ ജീവിക്കുന്നതാണോ? ഭാര്യ ഭർത്താക്കന്മാർ ഇങ്ങനെയാണോ? എനിക്കറിയത്തില്ല. ഭാര്യ ഭർത്താക്കന്മാർ ഇങ്ങനെയാണോ ജീവിക്കേണ്ടത്? ഇങ്ങനെയാണോ ജീവിക്കുന്നത്? എനിക്കറിയത്തില്ല. സങ്കടം തോന്നുക. ഇതിപ്പോൾ ഞാൻ ആശ്ചര്യപ്പെടുത്തുന്നില്ല, ഞാൻ ഒന്നൊന്നുമല്ല കേട്ടത്. പലതും ഇപ്പോൾ ചെറുപ്പക്കാരിത് പറയാൻ തുടങ്ങിയത് സങ്കടം തോന്നുന്നത്. പ്രായമായവരൊന്നും അങ്ങനെ നമ്മൾ അവരെ കുറ്റം പറയണ്ട. ഏത് മനുഷ്യരായാലും പണ്ടൊരു അച്ഛൻ പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞിട്ട് 10 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് ഇവൻ്റെ മേത്ത് വികാരം ഉണ്ടെന്ന് പറഞ്ഞൊരു പ്രസംഗം ഉണ്ടില്ലായിരുന്നു. നമ്മുടെ ജോസഫ് അച്ഛൻ, എന്താ ആ തമാശ പോലെ പ്രസംഗിക്കുന്ന അച്ഛൻ പറഞ്ഞ ഒരു പ്രസംഗത്തിലില്ലേ? അപ്പോൾ ഈ ചോരയും നീരുമുള്ള ചെറുക്കന്മാർ ഇവിടെ കൊണ്ടുപോയിട്ട് അവന്മാർ ഇതിനൊക്കെ കുറേ കഴിയുമ്പോൾ ഇവന്മാർ മദ്യത്തിന് അടിമയായിപ്പോകും. അല്ലെങ്കിൽ ഇവർ ഇതിനകത്ത് പോൺ വീഡിയോസ് അത് ഇത് തേങ്ങാമാകാന്നും പറഞ്ഞ് ഇതിനൊക്കെ അടിമയായി നാശം കൂടാരമാകുമല്ലേ ഉള്ളൂ. ഈ പെണ്ണുങ്ങൾ നിങ്ങൾ എന്നെ ഈ കാണിക്കുന്നത്? എനിക്കറിയത്തില്ല. ഈ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ കാണിക്കാവോ? ഞാൻ നിങ്ങളെ ഉപദേശിക്കാനൊന്നും ആളല്ല. എങ്കിലും ഞാൻ പറയാം, ഇതൊന്നും വലിയ മിടുക്കും നല്ല കാര്യമൊന്നുമല്ല. വിട്ടേക്കെന്നാണ് പറഞ്ഞത്. ഇവന്മാർക്ക് ഇറങ്ങി പോകത്തില്ലേ? എടവേ ഇറങ്ങി പോടാവേ. ഇങ്ങനെയുണ്ടോ ജീവിതം? എന്തിനാ കിടന്ന് കരയുന്നത്? കുറേ അവളുമാർ ഞാൻ ഓസ്ട്രേലിയക്ക് എടുക്കുക വിസയായി റിപ്പോർട്ടെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പെറുക്കി പോകാൻ നിൽക്കുക നാണം കെട്ടവന്മാർ. നിങ്ങൾ എന്നാ ജീവിതം? ഇതിങ്ങനെയാണോ ജീവിക്കുന്നത്? പട്ടിയെ പോലെ ജീവിക്കുക. എന്നാ ജീവിതം ഇത്? ഇതൊരു ജീവിതമല്ല. ഇങ്ങനെയല്ല ജീവിക്കുന്നത്. നിങ്ങൾ UK പേടിക്കുന്നു, ഓസ്ട്രേലിയയെ പേടിക്കുന്നു. ഭാര്യയുടെ വിസ ഉണ്ടെങ്കിലേ ഓസ്ട്രേലിയയിൽ പോകത്തുള്ളൂ, ഭാര്യയുടെ വിസ ഉണ്ടെങ്കിലേ ലണ്ടനിൽ ജീവിക്കത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ എന്തൊക്കെ സ്വാതന്ത്ര്യങ്ങളായി നഷ്ടപ്പെട്ടത്? ഇങ്ങനെയാണോ ജീവിതം? ഇങ്ങനെയല്ല സഹോദരങ്ങളെ ജീവിതം. നിങ്ങൾ സമാധാനമായിട്ട് ഒരു ഉപ്പും മുളകും കൂട്ടി കഞ്ഞി കുടിച്ച് സന്തോഷമായിട്ട് ഭാര്യയുടെ കൂടെ സമാധാനമായിട്ട് സ്നേഹിച്ച് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അവളുടെ സ്നേഹവും പരിചരണവും ഏറ്റുവാങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ അതല്ലേ ജീവിതം. നിങ്ങളുടെ ഭാര്യയുടെ ആർഭാടപൂർവമായ വലിയ നേഴ്സാണെന്ന് പറഞ്ഞിട്ട് അവളുടെ പുറകെ ഓസ്ട്രേലിയക്കും പോയി, അവളുടെ പുറകെ UK പോയി, അതിലേയും പോയി ഇതിലേയും പോയി, അവൾ പട്ടിയുടെ വില വെക്കുന്നിടത്ത് എന്തിനാടാ ഇങ്ങനെ കാണിക്കുന്നത്? എന്നോടൊരു യുവാവ് വിളിച്ച് ഇവനോട് സങ്കടം. ഞാൻ ഇവനോട് പറയണം, മാറി നിനക്കൊന്നും വേറെ പണി, നിനക്ക് എത്ര വയസ്സുണ്ട്? നിൻ്റെ ജീവിതം എവിടെയാണ് കിടക്കുന്നത്? അപ്പം അവൻ എന്നോട് ആലോചന ചോദിക്കുക, എന്നാൽ ഞാൻ ഡിവോഴ്സ് ചെയ്യുന്നതാണോ ചേട്ടാ നല്ലതെന്ന്. അപ്പോൾ എൻ്റെ മക്കളെ എന്നാ ചെയ്തു? ഞാനെന്തിനാ അതിനുത്തരം എന്താ ചെയ്യേണ്ടത്? ഇതൊക്കെ സ്വതസിദ്ധമായിട്ട് നമ്മൾ തീരുമാനിക്കണമേ. ചില കാര്യങ്ങൾ നമ്മൾ തീരുമാനിച്ചേ പറ്റുള്ളൂ, നമുക്ക് ജീവിതം വേണമെന്നുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ പിന്നെ അയ്യോ എൻ്റെ മക്കളെന്ന് പറഞ്ഞുകൊണ്ട് മക്കളെന്നും പറഞ്ഞിട്ട് മക്കളെ മാത്രം നോക്കി കഞ്ഞി കൊടുത്ത് കറിയും കൊടുത്ത് ജോലിക്ക് പോകാതിരുന്ന മക്കളെ കൊണ്ട് പോയിട്ടുണ്ടെന്നേ ഇവളുമാർ. എത്ര ഇവളുമാർ പോയിരിക്കുന്നു. എന്നിട്ട് അവർ ഒറ്റപ്പെട്ട് കരഞ്ഞു ഏതോ ദിക്കിലൊക്കെ എത്രയോ അവർ അലഞ്ഞു തിരിഞ്ഞ് കഴിയുന്നുണ്ട്. മുനിമാരെ പോലെ ഇവളുമാരെ ഓർത്ത്. കാത് കുത്തിയത് പോയ കടുക്കനിട്ടത് വരുന്ന ഞാനൊക്കെ അങ്ങനെ ചിന്തിക്കുന്ന മനുഷ്യനാ. എത്രയോ മുനിമാരിവിടെ നടക്കുന്നുണ്ട്. ഞാൻ നിങ്ങളെ കളിയാക്കുകയല്ല കേട്ടോ. എനിക്ക് സങ്കടം തോന്നുന്നു ആണുങ്ങൾ ഇങ്ങനെയൊക്കെ ആകുന്നല്ലോ എന്ന് ഓർത്ത്. അതും ഓർത്ത് ഇട്ടിട്ട് പോയാളെ പോയി പണി നോക്കാൻ പറയട്ടെ. ചുറ്റും പെമ്പിള്ളേർ വരികയല്ലേ നമ്മൾ വിചാരിച്ചാ? അതില്ല. അത് ഓർത്ത് താമസം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പം ഈ സെക്സ് ഡിക്ലൈൻ എന്ന് ഞാൻ പറഞ്ഞ ഈ വിഷയമേ എന്താ പറഞ്ഞേ, ഇതൊക്കെ സെക്സൊക്കെ നിഷേധിച്ച് വല്ല വീട്ടിലും സമാധാനമായിട്ട് നിൽക്കുന്ന മനുഷ്യർ, എനിക്കറിയത്തില്ല, ഓരോ മനുഷ്യർ ഇവിടെ വന്ന് അവരുടെ പ്രൊഫഷനും കളഞ്ഞ് അതും കളഞ്ഞ് ഇതും കളഞ്ഞ്. ഇവിടെ ഞാൻ പറഞ്ഞതേ, ഇന്നിപ്പോൾ ChatGPT അങ്ങനെ ഏതോ നമുക്കൊരു ഫ്രണ്ടിനെ പോലെ ഇവിടെ മനുഷ്യരല്ലേ ഒരു സഹായം ചോദിച്ചാൽ ഒരു കാര്യങ്ങൾ ചോദിച്ചാൽ പറഞ്ഞു തരികയല്ലാത്തോളം. ഇന്നിപ്പം നമ്മുടെ തൊട്ട് കയ്യിൽ ChatGPT പോലുള്ള കാര്യങ്ങളൊക്കെ ഇരിക്കുക. എന്ത് വേണേലും ഏത് കാര്യങ്ങൾ റിസർച്ച് ചെയ്ത് എന്തൊക്കെ ചെയ്യാമെന്ന് തപ്പി എടുത്ത് നമ്മുടെ ലൈഫ് നമ്മളെവിടെയാണ്? നമ്മൾ ചാകുന്നതിന് വരെ നമ്മൾ ഉഷാറായിട്ട് നിൽക്കുന്ന മനുഷ്യരല്ലേ. നമ്മൾ ഓരോരോ കാര്യങ്ങൾ തപ്പി എടുക്കണ്ടേ? കണക്ഷൻസ് ഉണ്ടാവണ്ടേ? കൂട്ട് വേണ്ടേ? അത് വേണ്ടേ? ഇത് വേണ്ടേ? കൂട്ടുകാരികൾ വേണ്ടേ? കൂട്ടുകാരന്മാർ വേണ്ടേ? ബന്ധങ്ങൾ വേണ്ടേ? ഇതെന്തോന്ന് ഇത് പൊട്ടക്കുളത്തിൽ കിടക്കുന്ന പോലെ വീടിനകത്ത് ഇങ്ങനെ കിടക്കുക. ഭാര്യ വന്നാൽ അവൾ അങ്ങോട്ട് തിരിഞ്ഞ് കിടക്കുക, അവൾ അങ്ങോട്ട് പോവുക, അങ്ങനെ എന്താണ് എന്തുവാണ് ഇത്? അവസാനം ഇതൊക്കെ നാശമായി പോവുകയാണല്ലോ കർത്താവേ എന്ന് ഓർക്കുമ്പോഴാണ്.
ഇത് അവസാനം ആത്മഹത്യയിലും അലമ്പയിലും അടിയിലും ഇടിയിലും ഒക്കെ ചെറുപ്പക്കാർ വരെ ഇവിടെ ഒരുപാട് മനുഷ്യർ ഇങ്ങനെ സങ്കടപ്പെട്ട് കഴിയുന്നുണ്ട്. എടാ വർക്കഹോളിക്കായിട്ട് 24 hours വർക്ക് ചെയ്യണോളെ അവളുടെ വഴിക്ക് വിട്, അവൾ വർക്ക് ചെയ്യട്ടെ. നിങ്ങൾ വേറെ ലൈഫിലോട്ട് പോകാനാണ് ഞാൻ പറഞ്ഞത്. ഇവളുമാർ പിന്നെ ഇവന്മാരെ കൂടെ നിർത്തിയിട്ട് ഇവരിനി വേറൊരു റിലേഷൻ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തപ്പിയെടുത്ത് അതിൻ്റെ പേര് വഴക്കുണ്ടാക്കി കേസ് കൊടുത്ത് അകത്താക്കുന്നു. എന്നൊക്കെ ഇവിടെ നടക്കുന്നത്. സങ്കടമായതൊക്കെ പറയുമ്പോൾ ഞാൻ തുറന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഒരു യുവാവ് അവൻ്റെ വലിയ സങ്കടം ഈ വിഷയം തുറന്ന് പറഞ്ഞു, ചേട്ടാ ഞാനിങ്ങനെയാണ്, എന്നെ എന്താ അവളോട് ഞാൻ യാചിച്ചാൽ പോലും എന്നൊക്കെ പറഞ്ഞു. എനിക്ക് പാവം, എനിക്ക് അവനോട് അവനെ കളിയാക്കുമല്ല കേട്ടോ, ദൈവമേ അവൻ്റെ നിസ്സഹായത കൊണ്ടായിരിക്കും അവനത് പറഞ്ഞത്. ഓർത്ത് നോക്കി, ഭാര്യയോട് സെക്സ് ഫേവർ ചോദിക്കുന്നു, അവൻ ഞാൻ യാചിക്കണം ചേട്ടാ, യാചിച്ചാൽ പോലെ അവളത് ദേഹത്തോടാൻ